ഹേ ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് റാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. എന്താണ് റാം, എങ്ങനെയാണ് റാം പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക്, സബ്സ്ക്രൈബ്, നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. റാമിൻ്റെ ഫുൾ ഫോം എന്നത് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിൻ്റെ ഫുൾ ഫോം വരുന്നത്. അടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ റാം എങ്ങനെ പ്രവർത്തിക്കുന്നു. റാം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് സമയം വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുമ്പോൾ വിൻഡോസ് നിന്ന് SSDയിലേക്കുള്ള കാര്യങ്ങൾ റാമിലേക്ക് ലോഡാകും. അപ്പോൾ തന്നെ CPU അത്യാവശ്യം എല്ലാ സംഭവം റാമിലുള്ള എല്ലാം വായിച്ച് സെറ്റാക്കി നിങ്ങൾ ആവശ്യം പറഞ്ഞാൽ എന്താണോ അതേ സാധനം സെറ്റാക്കും. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ റാം പിന്നെ ശൂന്യമായിരിക്കും, അവിടെ ഒന്നും കാണത്തില്ല. നമ്മളിപ്പോൾ എല്ലാ കാര്യവും റാമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ കാര്യം കൂടെ പറയുന്നതേ ഉള്ളൂ. റാം ഇല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ PC കമ്പ്യൂട്ടർ ഓൺ ആകില്ല. അതേപോലെ ഡിസ്പ്ലേയിൽ സ്ക്രീനിലൊന്നും കാണിക്കത്തുമില്ല. കാരണം CPUക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഡാറ്റ ലഭിക്കില്ല. അടുത്തായിട്ടാണ് റാം എത്ര GB ഏതൊക്കെ ജോലിക്ക് ഉപയോഗിക്കാമെന്ന് നമ്മൾ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത്. ഈ റാം എന്ന് വെച്ചാൽ 2, 4, 8, 16, 32, 64, 122, 128 ഇത്തരം GB ഇങ്ങനെ ഒത്തിരി ഓർഡറിലാണ് ഈ റാം പോകുന്നത്. അപ്പോൾ 2 GB ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റത്തുള്ളൂ. 8 GB ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഗെയിം കളിക്കും. 16 GB ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ഗെയിം കളിക്കാം. 32 GB ഉണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ്, ലൈവ് സ്ട്രീമിങ്, ഗെയിമിങ് ഇതെല്ലാം നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. 16 GB ഒക്കെ പറ്റുന്നതായിരിക്കും. പ്രൊഫഷണൽ എഡിറ്റിംഗ് ആൻഡ് 3D ഡിസൈനിങ് നമുക്ക് ഈ 64 GB പറ്റും. പിന്നെ 128 ഇത്രയും പറ്റും, എല്ലാ സാധനവും അത് പറ്റുന്നതായിരിക്കും. അടുത്തായിട്ട് വരുന്നത് വെച്ചാൽ റാമിൻ്റെ തലമുറകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. DDR4, DDR3, DDR2 ഇതൊക്കെയാണ് റാമിൻ്റെ തലമുറ എന്ന് പറയുന്നത്. DDR ആണ് ഈ റാമിൻ്റെ ആദ്യ തലമുറ എന്ന് പറയുന്നത്. അതായത് DDR2 രണ്ടാമത്തെ തലമുറ, DDR3, DDR4. ഇപ്പം കറൻ്റ് ഉള്ളത് DDR5 ആണ് ഏറ്റവും പുതിയ തലമുറ എന്ന് പറയുന്നത്. ഓരോ തലമുറ വരുമ്പോഴും വേഗത കൂടും. ഇപ്പം DDR2 വന്നപ്പോൾ DDR1നെ കാട്ടി വേഗത കൂടുതലായിരുന്നു. 3 വന്നപ്പോൾ 2നെ കാട്ടി വേഗത കൂടുതലായിരുന്നു. 4 വന്നപ്പോൾ 3നെ കാട്ടി വീണ്ടും വേഗത കൂടുതലായിരുന്നു. ഇപ്പോൾ DDR5 ഏറ്റവും വേഗത കൂടുതലും വൈദ്യുതി കുറച്ച് ഉപയോഗിക്കുന്ന റാമാണ് DDR5 എന്ന് പറയുന്നത്. ഈ റാം കമ്പ്യൂട്ടറിൽ മാത്രമല്ല ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഫോണ് അങ്ങനത്തെ ഈ എല്ലാ കാര്യത്തിലും ഈ റാം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഡെസ്ക്ടോപ്പ് റാമിൻ്റെയും ലാപ്ടോപ്പ് റാമിൻ്റെ വ്യത്യാസം നമ്മൾ പറയാൻ പോകുന്നത്. ഡെസ്ക്ടോപ്പ് റാം എന്ന് വെച്ചാൽ PC കമ്പ്യൂട്ടറിൽ റാം ഉപയോഗിക്കുന്നത് വലിയ റാമുള്ള DIMM റാമാണ് ഉപയോഗിക്കുന്നത്. ലാപ്ടോപ്പിൽ SODIMM റാമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തെറ്റാന്ന് വെച്ചാൽ അതെല്ലാം നെറ്റ് നോക്കിയ സെറ്റാക്കി നിങ്ങൾ പറഞ്ഞു തരുന്നത്. തെറ്റെല്ലാം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അടുത്തായിട്ട് വരുന്നതാണ് സിംഗിൾ ചാനൽ ആൻഡ് ഡ്യുവൽ ചാനൽ റാമിൻ്റെ. സിംഗിൾ ചാനൽ എന്ന് വെച്ചാൽ ഒരു റാം മാത്രമാണ് സിംഗിൾ ചാനലായിട്ട് വരുന്നത്. ഡ്യുവൽ ചാനൽ എന്ന് വെച്ചാൽ 2 റാം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഡ്യുവൽ ചാനൽ എന്ന് പറയുന്നത്. ഈ ഡ്യുവൽ ചാനലാണ് ഗെയിമിങ്ങിന് കുറച്ചും കൂടെ നല്ല സ്പീഡൊക്കെ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് റാമൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ GTA5, Cyberpunk, RDR2, Forza Horizon ഇങ്ങനെ മികച്ച ഗെയിമിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ 16 GB റാം എടുക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ GTA കളിക്കണമെന്നുണ്ടെങ്കിൽ 16 GB എടുക്കുകയാണ് നല്ലത്. 16 GB പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ പൈസയുണ്ടെങ്കിൽ 32 GB എടുക്കുക. അപ്പം ഗെയിം പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കൂട്ടും. ലൈക്ക് ചെയ്യണം. ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ടു വാച്ച്.